ചായ കുടിച്ചോ? ഇത് തോന്നുന്നുണ്ട് ഈ സാധനം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ടോ? കാണാ ഇതുവരെ കഴിച്ചിട്ടില്ല ആണല്ലേ. നിങ്ങളെന്താ വിൽക്കണത്? കപ്പലണ്ടിയാ? കടല വിൽക്കണ. എന്തെങ്കിലും ക്ഷീണിച്ചിരിക്കുന്ന എന്തോ ഒരു ഉഷാറില്ലാത്ത. ഞാൻ ആ വിവരം പറയാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഉമ്മയെ കണ്ടത്. അല്ലേ? ശ്വാസം വിട്ടില്ല. ചിലപ്പോ ശ്വാസം കിട്ടൂല. കുറച്ച് നടക്കും, കുറച്ചിരിക്കും. ഇങ്ങനെ. ഇന്ന് എത്ര കച്ചവടാക്കി? ഇന്നിപ്പോ ഒരു 200 റുപ്യക്ക് വിറ്റിട്ടുള്ളൂ. ശ്വാസം വിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ബണ്ണ് മേടിച്ചത് കഴിച്ചു നോക്കാം. ഉഷാറുണ്ടാ? എത്ര ദിവസമായി കച്ചവടം എണീറ്റ്? ഒരാഴ്ച അല്ലേ? ഓക്കെ. ആദ്യം ആ ഉമ്മാക്കൊരു ബണ്ണും ചായ എടുക്കും. ഇപ്പം എൻ്റെ ബണ്ണും ചായ നമ്മൾ ടേസ്റ്റ് അറിയാം. എന്തൊക്കെയാ ഐറ്റം ഉള്ളത്? കഴിക്ക്. ഇനി ചായ എടുക്കാൻ ചായ എടുക്കട്ടെ? ചായ നോക്കാം. പിന്നെ ഇവിടുന്ന് മേടിച്ചത് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടാ? ഓ, നല്ല ടേസ്റ്റ് ഉണ്ട്. ജീവിതത്തിൽ ഇങ്ങനത്തെ കഴിച്ചിട്ടുണ്ടോ നേരത്തെ? ഇല്ല മോനെ, കഴിച്ചില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾ കഴിക്കുവോ? എന്തെങ്കിലും കഴിക്കാൻ തോന്നൂല മോനെ. 10 രൂപ വീട്ടിൽ കൊണ്ടുപോവാന്നുള്ള തോന്നലാണ്. മരുന്നും വാങ്ങണോ, ചെലവ് കഴിയണോ, അങ്ങനൊക്കെ. ഇവിടെ 4 മണിന്റെ ശേഷം കുട്ടികൾക്ക് സ്കൂളിൽ പോയാല് സ്കൂൾ വിട്ടിട്ട് 5:30 ആകും ഇവിടെ എത്തണമെങ്കിൽ. ശനി ഞായർ കുറച്ച് നേരത്തെ. ഞാൻ 2 കിലോ 3 കിലോ കടലയിട്ട് വരുള്ളൂ. ഒരു പാക്കിന് എത്ര? ഒരു പാക്കിന് 20. 20 റുപ്യന്റെ എത്ര? 20 റുപ്യന്റെ ഒരു 15 എണ്ണം 20 എണ്ണം വിൽക്കുമ്പോഴത്തേന് നമുക്ക് പോവാനുള്ള ടൈം ആവും. അത്ര കച്ചവടം. രാത്രി ഇവിടുന്ന് ഓട്ടോറിക്ഷക്ക് പോണം, ബസ് കിട്ടൂല. അപ്പൊ കിട്ടിയ ചിലപ്പോ ഓട്ടോറിക്ഷക്കാർക്ക് തന്നെ കൊടുക്കാനുണ്ടാവുള്ളൂ. എത്ര വർഷമായി ഇതായിട്ട് നടക്കുന്നത്? ഞാനിപ്പോ 4 വർഷമായി. 4 വർഷമായി അല്ലേ? 4 വർഷമായി. ഒന്നും കച്ചവടം ഇല്ലാത്ത ദിവസം ഉണ്ടാവാറുണ്ടോ? ഓ, കച്ചവടം തീരെ കിട്ടാത്ത ദിവസം. ഇപ്പൊ ഞാനൊക്കെ ഇന്നലെയൊക്കെ ഒന്നും കിട്ടിയില്ല. വെറും ഒരു 100 രൂപ മാത്രമാണ് കിട്ടിയത്. ഒന്ന് തരി. ഏതായാലും ഇത് ആവട്ടെ. ഇത് കുറച്ച് പൈസ ഉണ്ട്. മോനല്ലാവ് നന്നാക്കട്ടെ. അവിടെ വെച്ചോളി. എന്റെ പോക്കറ്റിലുള്ള പൈസ ആകെ അതാണുള്ളത് കേട്ടാ. അത് വെച്ചോളി. പിന്നെ നസീബ് ക്യാമറ എടുക്കുന്ന ആളും തന്നല്ലോ, അത് വേറെ തന്നല്ലോ. അല്ലാഹു നിങ്ങളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ഓനും എന്റെ മോന്റെ മറ്റൊരു മോനാണ്. ചെറിയ കുട്ടിയല്ലേ, എന്റെ മോന്റെ മറ്റൊരു മോനാണ്. അപ്പൊ സന്തോഷമുള്ളൂ. അവരും ജീവിക്കാൻ വരുന്നതല്ലേ, നമ്മളെ പോലെ കഷ്ടപ്പെട്ടിട്ട് വരുന്നതല്ലേ. അതിലൊരു വിഷമമുണ്ട് മോനെ കാണുമ്പോൾ. ചെറിയൊരു മോന്റെ അടുത്ത് ഞങ്ങള് ബണ്ണ് മേടിച്ചത്.